ശരി, ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, ഈ ചാട്ടം നടത്തുന്നവരുടെ കാലമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചവരൊക്കെ ഒരു പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് ചാടിയ ആളുകളാണ്. ആ പാർട്ടിയിൽ തന്നെ പരമ്പരാഗതമായി നിൽക്കുന്ന ആളുകൾക്കല്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതൊരു കൃഷിയായിട്ട് കാണുമല്ലേ? ഏ ഈ രാഷ്ട്രീയം കൃഷിയായിട്ടാണ്. കഴിഞ്ഞ പാലക്കാട് ഇലക്ഷന് അന്ന് രണ്ട് മെയിൻ നേതാക്കന്മാരിലേക്ക് പോയി. സന്ദീപ് വാരൊക്കെ സീറ്റ് കിട്ടാൻ സന്ദീപ് വാര മാറിപ്പോയി, സരിയുടെ സരലും മാറിപ്പോയി. ഇത് കാലാകാലങ്ങളായിട്ട് ഇത് ചെറിയ സുഖമല്ല ജയൻബാബു. നമ്മളിപ്പോഴത്തെ ആൾക്കാരെ ഈ നികുതിപ്പണം എടുത്തുകൊണ്ട് സുഖമായി ജീവിക്കാനുള്ള ഇതുപോലത്തെ സുഖം പറയും. ഇപ്പൊ 25 കോടി ഉറുപ്പ്യന്റെ ഓണം ബമ്പർ അടിക്കുന്ന ആ ടിക്കറ്റിന് സമ്മാനം തരാമോ വേണ്ട, അല്ലെ ഒരു മന്ത്രിസ്ഥാനം വേണ്ട, ഞാൻ മന്ത്രിസ്ഥാനം മതി എന്ന് പറയും. പിന്നെ EMS പറ്റി പറഞ്ഞാല് EMS പാർട്ടി 64 പാർട്ടി ഉണ്ടായപ്പോ EMS കുറച്ചു കാലം എഴുത്തും വായനയായിട്ട് കഴിച്ചുകൂട്ടി സജീവമായിട്ട് ഉണ്ടായില്ല. KPR ഗോപാലിനെ പോലത്തെ ആൾക്കാരാണ് EMS CPM കൊണ്ടുവന്നത്. EMS അല്ലാതെ പിന്നെ EMS കുറച്ചു കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പോവാതെ 64 പാർട്ടി ഉണ്ടായപ്പോ EMS നിന്ന് എപ്പോഴും നിൽക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. അപ്പൊ KPR ഗോപാലിനെ പോലത്തെ ആൾക്കാരാണ് EMS ഈ CPM അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടുകാർ ചിന്തിക്കണം. ഇങ്ങനെ നമ്മളെ ഇപ്പൊ KV തോമസ്, നമ്മളെ KT അനിൽകുമാർ, നമ്മളെ സന്ദീപ് വാര്, സരിന്, ലതിക സുഭാഷ്, പെരിയാർ ഒടുങ്ങാതെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് KV തോമസിനെ പോലത്തൊക്കെ ഇതൊന്നും വേണം. നമ്മളെ നികേഷ് കുമാർ നോക്ക്, MP രാഘവൻ വെച്ചാൽ കേരളത്തിലെ ഒരു പാർട്ടി മാറിയത് കൊണ്ട് ഏറ്റവും ഒരു ആക്രമിക്കപ്പെട്ട നേതാവാണ്. ഈ നികേഷ് കുമാറിന്റെ വീട് തീ വെച്ചിട്ടുണ്ട്. ആ നികേഷ് കുമാർ ഒരു സീറ്റിന് വേണ്ടിയിട്ട് ആ മഹാമനുഷ്യൻ സ്വന്തം അച്ഛൻ ആത്മാവിന് എനിക്ക് വിശ്വാസമില്ല, ആത്മാവ് ഉണ്ടെങ്കിലല്ലോ ഈ നികേഷ് കുമാറിനെ കഴുത്ത് പിടിച്ച് നേക്കും ഈ MP രാഘവൻ ആത്മാവ് വന്നിട്ട്. അത്ര തോന്നാത്ത ആളെ കാണിക്കുന്നത്. അതുകൊണ്ട് കിരൺ ബാബു നമ്മൾ ഇനിയും തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് ഈ എല്ലാ BJPയും കോൺഗ്രസും മാർക്സിസ്റ്റും എല്ലാം നമ്മൾ നാട്ടുകാരാ ഇങ്ങനെ പീഡിച്ച് ജീവിക്കാൻ വേണ്ടി ഉപാധിയായിട്ട് കാണുന്ന രാഷ്ട്രീയം ഇതിങ്ങനെ നടക്കും. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ മാവോയിസ്റ്റുകളായിട്ട് ചെയ്യുന്നുണ്ട്. പറയാൻ പാടില്ല, തെറ്റാണ്. എന്നാൽ ഞാൻ പറയാം, സഹിക്കാൻ പറ്റായിട്ട് പറയുന്ന. ഓക്കെ കിരൺ ബാബു. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ആശയപരമായ വിഷയങ്ങളിൽ ഒരാൾ രാഷ്ട്രീയം മാറി മറ്റൊരു രാഷ്ട്രീയം സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം രാഷ്ട്രീയം ഒരു ആശയമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഈ മറുകണ്ഠം ചാടി ശീലിക്കുന്നവർ എല്ലാ പാർട്ടിയിലും ഇപ്പോൾ അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വളരെ ശിശുവാണ്. ഡെമോക്രാറ്റിക് സിസ്റ്റത്തില് ഇന്ത്യൻ ജനാധിപത്യം വളരെ ശിശുവാണ്. അമേരിക്കൻ റിപ്പബ്ലിക് ആയിട്ട് 250 കൊല്ലമായി. ഇതുവരെ അവർക്കൊരു പക്വത നേടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ ഇന്ത്യയിലെ കാര്യം പറയണ്ടല്ലോ. ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോയ ആൾക്കാർ എത്രയാ? നമുക്ക് എവിടെ തുടങ്ങണം? ഇന്ദിരാഗാന്ധിയിൽ തുടങ്ങണം. ഇന്ദിരാഗാന്ധിയിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയില്ലേ? കോൺഗ്രസിന് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന സമയത്ത് പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇപ്പം വിമതനായിട്ട് ഒരാളെ നിർത്തിയ ആളാണ് ഇന്ദിരാഗാന്ധി. നമ്മൾ അവിടെയല്ലേ തുടങ്ങണ്ടേ? ഏറ്റവും താഴത്തെ ഇപ്പൊ ഇന്നത്തെ വാർത്തയല്ലേ ശശിയൊക്കെ ഇന്ദിരാഗാന്ധിയുടെ മുന്നിലൊക്കെ എന്തുവാ? ഒന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് ആരൊക്കെ ഇങ്ങോട്ടൊക്കെ പോയി? കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാല് കെ കരുണാകരനേക്കായ വലിയൊരാളുണ്ടായിരുന്നോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇവിടെ കേരളത്തില്? കരുണാകരനും മുരളിയൊക്കെ വിട്ടുപോയില്ലേ? ഒരു കാലത്ത് AK ആന്റണി പോയില്ലേ കോൺഗ്രസിൽ നിന്ന്? AK ആന്റണി പോയില്ലായിരുന്നോ? അതുപോലെ കേരള കോൺഗ്രസ് എത്ര കഷ്ണമായി ഏതെല്ലാം കാര്യത്തിൽ. ശ്രീ ബാലകൃഷ്ണപിള്ള മുതല് KM മാണി മുതല് പിന്നെ ആരൊക്കെയായിരുന്നു? പേരെടുത്ത് പറഞ്ഞാൽ എത്രയോ ആളുകളാ. വലിയ മഹാരഥന്മാർ ഇങ്ങനെ വിട്ടുപോവുകയും കേരള രാഷ്ട്രീയം പിന്നെയും മുന്നോട്ട് പോവുകയും ഇന്ദിരാഗാന്ധി പോലുള്ള ആൾക്കാർ ചെറിയ വിഷയം. AK ആന്റണി പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഇങ്ങനെ ഒരു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളിന് BJPയോടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള എതിർപ്പ്, കോൺഗ്രസിൽ നിൽക്കുന്ന ഒരാൾക്ക് BJPയോടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള എതിർപ്പ്, അങ്ങനെ നേരെ മറുകണ്ഠം ചാടുകയായിരുന്നില്ല. അതിനൊക്കെ അവർക്ക് രാഷ്ട്രീയമായ ചില കാരണങ്ങൾ. അതിനെ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ നേരെ ഇന്നലെ വരെ CPM ആയിട്ട് നിന്നിട്ട് ഇന്ന് BJPയിലേക്കോ അല്ലെങ്കിൽ BJP ആയിട്ട് നിന്നിട്ട് കോൺഗ്രസിലേക്കോ, കോൺഗ്രസ് ആയിട്ട് നിന്നിട്ട് CPM ലേക്കോ ചാടുന്നത് പോലെ അതിനെ നമുക്ക് രണ്ടിനെയും ഒരുമിച്ച് കാണാൻ കഴിയില്ല.